വെൽക്കം ടു സ്റ്റഡി വെൽ വിത്ത് മീ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ എ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നതാണ്. അപ്പം നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ചാപ്റ്ററിൻ്റെ ഓരോ ലൈനും നമുക്ക് വളരെ വ്യക്തമായി നോക്കാം. ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. വെൻ പീപ്പിൾ കം ടുഗദർ ഫോർ എ കോഴ്സ്, ഗ്രേറ്റ് തിങ്സ് ക്യാൻ ബി അച്ചീവ്ഡ്. കോഴ്സ് എന്നാൽ എന്താണ്? കാരണം, ലക്ഷ്യം എന്നിവയാണ്. ജനങ്ങൾ ഒരേ ലക്ഷ്യത്തിന് വേണ്ടി, അതായത് ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അവർ ഒന്നിച്ചാൽ എന്ത് നടക്കും? വലിയ കാര്യങ്ങൾ പോലും നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഡോണ്ട് യു എഗ്രി? അതിനോട് നിങ്ങൾ യോജിക്കുന്നില്ലേ? There are numerous examples for this in history. ചരിത്രത്തിൽ ഇതിന് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. Can you mention a few of them? അവയിൽ ചിലത് പറയാമോ? Our nation became free because of the united efforts of people from different walks of life, from different parts of the country. നമ്മുടെ രാജ്യം വിവിധ ജീവിത മേഖലകളിൽ നിന്നുള്ളവരും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരും ഒരുമിച്ച് നിന്നതിൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് സ്വാതന്ത്ര്യം നേടിയത്. ലെറ്റ്സ് ലിസൺ ടു ജവഹർലാൽ നെഹ്റുസ് സ്പീച്ച് ഓൺ ദ മൊമെൻറ്റസ് ഒക്കേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. ഈ ചരിത്രപ്രധാനമായ അവസരത്തിൽ ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസംഗം നമുക്ക് കേൾക്കാം. നമുക്ക് ചാപ്റ്റർ നോക്കാം. എ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റുസ് അഡ്രസ്ഡ് ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി ഓൺ ദ ഈവ് ഓഫ് ഇന്ത്യൻസ് ഇൻഡിപെൻഡൻസ്. ഈവ് എന്നുദ്ദേശിക്കുന്നത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ തലേന്ന് ഭരണഘടനാ സഭയിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസംഗമാണ് നമ്മളിപ്പോൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. എ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറഞ്ഞാൽ എന്താണ്? വിധിയോടുള്ള ഒരു നിർണായക കൂടിക്കാഴ്ച അല്ലേ? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, അപ്പോൾ അതൊരു നിർണായകമായിട്ടുള്ള ഒരു അവസരമാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ലോങ് ഇയേഴ്സ് എഗോ വി മെയ്ഡ് എ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. വളരെ വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായി ഒരു വാഗ്ദാനം ചെയ്തിരുന്നു. ആൻഡ് നൗ ദ ടൈം കംസ് വെൻ വി ഷാൾ റെഡീം അവർ പ്ലെഡ്ജ്. ഇന്ന് ആ വാഗ്ദാനം നിറവേറ്റേണ്ട സമയമാണ് വന്നിരിക്കുന്നത്. നോട്ട് വോളി ഓർ ഇൻ ഫുൾ മെഷർ ബട്ട് വെരി സബ്സ്റ്റാൻഷ്യലി. പൂർണ്ണമായല്ലെങ്കിലും വളരെ വലിയ തോതിലാണ് നാം അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അറ്റ് ദ സ്ട്രോക്ക് ഓഫ് ദ മിഡ് നൈറ്റ് അവർ വെൻ ദ വേൾഡ് സ്ലീപ്സ്, അതായത് അർദ്ധരാത്രിയിലെ ഘടികാരം മണി മുഴങ്ങുമ്പോൾ. വെൻ ദ വേൾഡ് സ്ലീപ്സ് എന്താ ചെയ്യുന്നത്? ലോകമുറങ്ങുന്ന സമയത്ത്. ഇന്ത്യ വിൽ അവേക്ക് ടു ലൈഫ് ആൻഡ് ഫ്രീഡം. ഇന്ത്യ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരുമല്ലേ? അർദ്ധരാത്രിയിൽ മണിമുഴങ്ങുമ്പോൾ ലോകം ഉറങ്ങുന്ന സമയത്ത് ഇന്ത്യ ഏതിലേക്കാണ് പോകുന്നത്? ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കുമാണ് പോകുന്നത്. എ മൊമെൻറ്റ് കംസ് വിച്ച് കംസ് ബട്ട് റെയർലി ഇൻ ഹിസ്റ്ററി. ചരിത്രത്തിൽ വളരെ അപൂർവമായിട്ട് മാത്രം നടക്കുന്ന മാത്രം സംഭവിക്കുന്ന ഒരു മൊമെൻ്റാണ് ഈ ഒരു നിമിഷം മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു നിമിഷമാണിത്. ചരിത്രത്തിൽ വളരെ അപൂർവമായിട്ട് നടക്കുന്ന ഒരു നിമിഷം. വെൻ വി സ്റ്റെപ്പ് ഔട്ട് ഫ്രം ദി ഓൾഡ് ടു ദി ന്യൂ. നാം പഴയതിൽ നിന്ന് പുതിയതിലേക്ക് കടക്കുകയാണ് പുതിയതിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. വെൻ ആൻ ഏജ് എൻഡ്സ് ആൻഡ് വെൻ ദ സോൾ ഓഫ് ദ നേഷൻ ലോങ് സപ്രസ്ഡ് ഫൈൻസ് അട്ടറൻസ്. ഒരു കാലഘട്ടം അവസാനിക്കുകയും ഏറെ നാളുകളായിട്ട് അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ ആത്മാവ് തൻ്റെ ശബ്ദം കണ്ടെത്തുകയും ചെയ്യുന്നു. ഫൈൻഡ് അട്ടറൻസ് എന്നാൽ ശബ്ദം കണ്ടെത്തുക. ഇറ്റ് ഈസ് ഫിറ്റിംഗ് ദാറ്റ് അറ്റ് ദിസ് സോളം മൊമെൻറ്റ്. അതായത് ഈ ഗൗരവമേറിയ നിമിഷത്തിൽ, സോളം എന്നാൽ ഗൗരവമേറിയ, ഈ ഗൗരവമേറിയ നിമിഷത്തിൽ വി ടേക്ക് ദ പ്ലെഡ്ജ് ഓഫ് ഡെഡിക്കേഷൻ ടു ദ സർവീസ് ഓഫ് ഇന്ത്യ ആൻഡ് ഹെർ പീപ്പിൾ ആൻഡ് ടു ദ സ്റ്റിൽ ലാർജർ കോസ് ഓഫ് ഹ്യൂമാനിറ്റി. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ഗൗരവമേറിയ നിമിഷത്തിൽ
ഇന്ത്യയ്ക്കും അവളുടെ ജനങ്ങൾക്കും അതിലുപരി മനുഷ്യരാശിയുടെ ലക്ഷ്യത്തിനും വേണ്ടി പ്രതിജ്ഞ എടുക്കുന്നത് വളരെ ഫിറ്റിംഗ് ആണ്, വളരെ അനുയോജ്യമാണ്. അറ്റ് ദ ഡൗൺ ഓഫ് ഹിസ്റ്ററി, അതായത് ചരിത്രത്തിൻ്റെ തുടക്കത്തിൽ, ചരിത്രത്തിൻ്റെ ഉദയത്തിൽ, ഇന്ത്യ സ്റ്റാർട്ടഡ് ഓൺ ഹെർ അൺഎൻഡിങ് ക്വസ്റ്റ്. ഇന്ത്യ അവളുടെ അൺഎൻഡിങ് ക്വസ്റ്റ്, അവസാനമില്ലാത്ത തിരച്ചിൽ ആരംഭിച്ചു. ആൻഡ് ട്രാക്കിൾസ് സെഞ്ച്വറീസ് ആർ ഫിൽഡ് വിത്ത് ഹെർ സ്ട്രൈവിംഗ് ആൻഡ് ദ ഗ്രാൻഡ്യൂർ ഓഫ് ഹെർ സക്സസ് ആൻഡ് ഫെയിലിയേഴ്സ്. എണ്ണമറ്റ, എണ്ണാൻ പോലും സാധിക്കാത്ത അത്രയും നൂറ്റാണ്ടുകൾ അവളുടെ പരിശ്രമങ്ങളാലും വിജയങ്ങളാലും പരാജയങ്ങളാലും നിറഞ്ഞിരിക്കുന്നു. ത്രൂ ഗുഡ് ആൻഡ് ഇൽ ഫോർച്യൂൺ ലൈക്ക് ഷീ ഹാസ് നെവർ ലോസ്റ്റ് സൈറ്റ് ഓഫ് ദാറ്റ് ക്വസ്റ്റ്. ഇൽ ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ മോശം സമയങ്ങളിലും, എല്ലാ സമയങ്ങളിലും മോശം സമയങ്ങളിൽ പോലും ഒരുപോലെ ആ ലക്ഷ്യത്തെ അവൾ മറന്നില്ല. നെവർ ലോസ്റ്റ് സൈറ്റ് ഓഫ്, അതായത് ഒരിക്കലും അവൾ അവളുടെ ലക്ഷ്യത്തെ, മോശം സമയമായാലും നല്ല സമയമായാലും അവളുടെ ലക്ഷ്യത്തെപ്പറ്റി മറന്നില്ല. ഓർ forgot the deals which gave her strength. അവൾക്ക് ശക്തി നൽകിയ ആശയങ്ങളെയും മൂല്യങ്ങളെയും എന്ത് ചെയ്തില്ല, ഒരിക്കലും കൈവിട്ട് കളഞ്ഞില്ല. We end today a period of misfortunes. മിസ്ഫോർച്യൂൺസ് എന്നാൽ ദൗർഭാഗ്യം, ഒരു ഭാഗ്യമില്ലാത്ത അല്ലേ. ഇന്ന് നാം എന്താ ചെയ്യുന്നത്? മിസ്ഫോർച്യൂൺസ്. ഇന്ന് നാം ദൗർഭാഗ്യങ്ങളുടെ ആ ഒരു കാലഘട്ടം അവസാനിപ്പിക്കുകയാണ്. ആൻഡ് ഇന്ത്യ ഡിസ്കവേഴ്സ് ഹെർസെൽഫ് എഗെയിൻ. ഇന്ത്യ വീണ്ടും എന്താ ചെയ്യുന്നത്? അവളെ തന്നെ കണ്ടെത്തുകയാണ്. ദ അച്ചീവ്മെൻറ്റ് വി സെലിബ്രേറ്റ് ടുഡേ ഈസ് ബട്ട് എ സ്റ്റെപ്പ്. ഇന്ന് നാം ആഘോഷിക്കുന്ന ഈ അച്ചീവ്മെൻറ്റ്, ഈ നേട്ടം ഒരു ചെറിയ പടി മാത്രമാണ്, ഒരു ചെറിയൊരു കാൽവെപ്പ്, അല്ലെ, ഒരു ചെറിയൊരു ചുവട് മാത്രമാണ്. ആൻ ഓപ്പണിംഗ് ഓഫ് ഓപ്പർച്യൂണിറ്റി ടു ദ ഗ്രേറ്റർ ട്രയംഫ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ് ദാറ്റ് എവെയ്റ്റ് അസ്. മുന്നിൽ നമ്മളെ കാത്തിരിക്കുന്ന വലിയ വിജയങ്ങളിലേക്കും നേട്ടങ്ങളിലേക്കും തുറക്കുന്ന ഒരു അവസരമാണിത്. ആർ വി ബ്രേവ് enough and wise enough to grasp this opportunity and accept the challenge of the future. എന്താ പറയുന്നത്? ബ്രേവ് എന്നാൽ ധൈര്യമുള്ള, അല്ലേ. വൈസ് എന്നാലോ ജ്ഞാനം. ഈ അവസരം പിടിച്ചെടുക്കാനും ഭാവിയിലെ വെല്ലുവിളികൾ ഏറ്റെടുക്കാനും നമുക്ക് മതിയായ എന്തൊക്കെ വേണം? ധൈര്യവും ജ്ഞാനവും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഫ്രീഡം ആൻഡ് പവർ ബ്രിങ് റെസ്പോൺസിബിലിറ്റി. സ്വാതന്ത്ര്യവും അധികാരവും ഉത്തരവാദിത്വം കൊണ്ടുവരുന്നു. ബ്രിങ് എന്നാൽ കൊണ്ടുവരിക. ദ റെസ്പോൺസിബിലിറ്റി റെസ്റ്റ് അപ്പോൺ ദിസ് അസംബ്ലി, എ സൊവേറിയൻ ബോഡി റെപ്രസെൻറ്റിംഗ് ദ സൊവേറിയൻ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഈ ഉത്തരവാദിത്വം ഇന്ത്യയുടെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സഭയുടെ മേൽ തന്നെയാണ്. ബിഫോർ ദ ബർത്ത് ഓഫ് ഫ്രീഡം, സ്വാതന്ത്ര്യം വരുന്നതിന് മുൻപ്. ബർത്ത് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിൻ്റെ ജനനമാണല്ലേ. അപ്പം സ്വാതന്ത്ര്യത്തിൻ്റെ ജനനം വരുന്നതിന് മുൻപ് വി ഹാവ് എൻഡ്യൂർഡ് ഓൾ ദ പെയിൻസ് ഓഫ് ലേബർ ആൻഡ് അവർ ഹാർട്ട്സ് ആർ ഹെവി വിത്ത് ദ മെമ്മറി ഓഫ് ദിസ് സോറോ. അപ്പോൾ സ്വാതന്ത്ര്യം വരുന്നതിന് മുൻപ് നമ്മളെല്ലാ പരിശ്രമങ്ങളും ദുരന്തങ്ങളും എൻഡ്യൂർഡ് എന്ന് പറഞ്ഞാൽ അനുഭവിച്ചു. ഈ ദുഃഖത്തിൻ്റെ ഓർമ്മ നമ്മുടെ ഹൃദയങ്ങളെ ഭാരമുള്ളതാക്കുന്നു, അതായത് ദുഃഖം നിറയ്ക്കുന്നു. സം ഓഫ് ദോസ് പെയിൻസ് കണ്ടിന്യൂ ഈവൻ നൗ. ആ വേദനകൾ ചിലത് ഇപ്പോഴും തുടരുകയാണ്. നെവർദൽനെസ്, എങ്കിലും. ദ പാസ്റ്റ് ഈസ് ഓവർ, കഴിഞ്ഞത് കഴിഞ്ഞുപോയി. ആൻഡ് ഇറ്റ് ഈസ് ദ ഫ്യൂച്ചർ ദാറ്റ് ബെക്കൻസ് അസ് നൗ. ഇപ്പോഴും നമ്മളെ മാടി വിളിക്കുന്നത് ഭാവിയാണ്. ബെക്കൻസ് എന്ന് പറഞ്ഞാൽ മാടി വിളിക്കുക. That future is not one of ease or resting but of incessant striving, so that we may fulfill the pledges we have so often taken and the one we shall take today. എന്താ പറയുന്നത്? The future is not one of ease or resting, അല്ലേ. ഈസ് എന്ന് പറഞ്ഞാൽ സുഖകരം. ആ ഭാവി സുഖകരമുള്ളതോ റെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വിശ്രമമുള്ളതോ അല്ല, മറിച്ച് പരിശ്രമത്തിൻ്റേതായിരിക്കണം.
so that we may fulfill the pledges we have so often taken and the one we shall take today. അതിലൂടെ നാം പലപ്പോഴായിട്ട് എടുത്ത പ്രതിജ്ഞകളും ഇന്ന് എടുക്കാൻ പോകുന്ന പ്രതിജ്ഞയും നിറവേറ്റാൻ കഴിയുമെന്നും നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. The service of India means the service of the millions who suffer. ഇന്ത്യൻ സേവനം എന്നത് ദുരിതം അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾക്കുള്ള സേവനമാണ്. ഇറ്റ് മീൻസ് ദ എൻഡിങ് ഓഫ് പോവർട്ടി ആൻഡ് ഇഗ്നോറൻസ് ആൻഡ് ഡിസീസ് ആൻഡ് ഇൻഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. ഇത് ദാരിദ്ര്യം, ഇഗ്നോറൻസ് എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ, രോഗങ്ങൾ, അവസരങ്ങളുടെ അസമത്വം ഒക്കെ അവസാനിപ്പിക്കുന്നതിനെയാണ് അർത്ഥമാക്കുന്നത്. The ambition of the greatest men of our generation has been to wipe every tear from every eye. നമ്മുടെ തലമുറയിലെ വലിയ വ്യക്തികളുടെ ആഗ്രഹം എന്തായിരുന്നു? ഓരോ കണ്ണിൽ നിന്നും ഓരോ ജനങ്ങളുടെ കണ്ണിൽ നിന്നും വരുന്ന കണ്ണുനീരിനെ മായ്ച്ചു കളയാനായിരുന്നു. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഗാന്ധിജിയാണ് കേട്ടോ. That may be beyond us, but as long as there are tears and suffering, so long our work will not be over. പക്ഷേ കണ്ണുനീരും ദുഃഖവും ഉള്ളിടത്തോളം കാലം നമ്മുടെ പ്രവൃത്തി എന്താവുന്നില്ല? അവസാനിക്കുന്നില്ല. And so we have to labor and to work hard to give reality to our dreams. അതുകൊണ്ട് നാം പരിശ്രമിക്കണം, കഠിനമായി തന്നെ പ്രവർത്തിക്കണം, നമ്മുടെ സ്വപ്നങ്ങൾക്ക് യഥാർത്ഥ രൂപം നൽകാൻ നമ്മൾ ശ്രമിക്കണം എന്നാണ് പറയുന്നത്. ദോസ് ഡ്രീംസ് ആർ ഫോർ ഇന്ത്യ. ആ സ്വപ്നങ്ങൾ ഇന്ത്യക്ക് വേണ്ടിയുള്ളതാണ്. ബട്ട് ദേ ആർ ഓൾസോ ഫോർ ദ വേൾഡ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ സ്വപ്നങ്ങൾ ഇന്ത്യക്ക് വേണ്ടിയുള്ളതാണ്, എന്നാൽ അത് ലോകത്തിനും കൂടി വേണ്ടിയുള്ളതാണ്. For all the nations and peoples are too closely knit together today for any one of them to imagine that it can live apart. കാരണം എല്ലാ രാഷ്ട്രങ്ങളും ജനങ്ങളും ഇപ്പോഴും ഒപ്പം ചേർന്നിരിക്കുകയാണ്. നിറ്റ് എന്നാൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഒരു രാജ്യത്തിനും കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല, മാറി നിന്നുകൊണ്ട് ജീവിക്കാൻ സാധിക്കില്ല. അതവർക്ക് സങ്കല്പിക്കാൻ പോലും ആവില്ല. Peace is said to be indivisible. So is freedom. So is prosperity now. And so also is disaster in this one world that can no longer be split into isolated fragments. സമാധാനത്തെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? മുറിച്ചു മാറ്റാൻ കഴിയുന്ന ഒന്നല്ല. അതുപോലെ തന്നെയാണ് എന്ത്? സ്വാതന്ത്ര്യവും. അതുപോലെ തന്നെയാണ് സമൃദ്ധിയും ദുരന്തങ്ങളും. ഇവയൊന്നും നമുക്ക് മുറിച്ചു മാറ്റാൻ വേണ്ടി സാധിക്കില്ല. To the people of India whose representatives we are. നാം പ്രതിനിധീകരിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങളോടാണ് ഈ അഭ്യർത്ഥന. We make an appeal to join us with faith and confidence in this great adventure. ഈ മഹത്തായ യാത്രയിൽ വിശ്വാസത്തോടും ആത്മവിശ്വാസത്തോടും ഞങ്ങളോടൊപ്പം ചേരാനായി അപേക്ഷിക്കുകയാണ്. This is no time for petty and destructive criticism, no time for ill will or blaming others. വിമർശനങ്ങൾക്കോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിനോ ഉള്ള സമയമല്ല ഇത്. We have to build the noble mansion of free India where all her children may dwell. എന്താ പറഞ്ഞിരിക്കുന്നത്? വിമർശനങ്ങൾക്കോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനോ ഉള്ള സമയമല്ല ഇത്. മറിച്ച് എന്താണ് നമ്മുടെ ലക്ഷ്യം? സ്വതന്ത്ര ഇന്ത്യയുടെ മഹത്തരമായ ഭവനം നോബിൾ മാൻഷൻ നിർമ്മിക്കുക എന്നതാണ്. പിന്നെ എന്താ പറഞ്ഞത്? ആ ഒരു മാൻഷൻ നിർമ്മിച്ചതിന് ശേഷം അവരുടെ എല്ലാ കുട്ടികൾക്കും നമ്മുടെ രാജ്യത്തെ എല്ലാ കുട്ടികൾക്കും അതിൽ താമസിക്കാൻ സാധിക്കട്ടെ. ജ്വൽ എന്നാൽ താമസിക്കുക.